കോമാളികളാക്കുന്ന പരിപാടിയാണ് നടത്തുന്നത്. എന്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്, ഞങ്ങൾ 14 മെമ്പർമാരാണല്ലോ. ആ ഗ്രൂപ്പിൽ എയോ എക്സിയോ അല്ലെങ്കിൽ ഓവർസിയോ ആരെങ്കിലും ഒരു കൃത്യമായ പ്രമാണം ഞങ്ങൾക്ക് 14 പേർക്ക് ഉത്തരം കിട്ടും. ഞങ്ങൾ വിളിക്കുമ്പോൾ ഏടെ ഫോൺ എടുക്കുകയല്ല, എന്നെ ഓവർസിയർ എല്ലാ ഫോണും ഓവർസിയറെ കൈകാര്യം ചെയ്യണം. ഇങ്ങനെ വൈക്കം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കെട്ട് പരാതികളുമായാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഉപരോധം നടത്തിയത്. ഒരാഴ്ചയായി വെച്ചൂർ പഞ്ചായത്തിൽ കുടിവെള്ളം നൽകാത്തതിൽ പ്രതിഷേധവുമായാണ് പഞ്ചായത്ത് അംഗങ്ങൾ ജലവിതരണ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഇങ്ങനെ ഉപരോധിച്ചത്. നമ്മുടെ വിഷയം, നമ്മുടെ വെച്ചൂർ പഞ്ചായത്തിൽ വിഷയം ഇതാണ് എന്ന് നിങ്ങൾക്കറിയാം. വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അജിയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ പഞ്ചായത്ത് അംഗങ്ങൾ വൈക്കം ജലവിതരണ വകുപ്പ് ഓഫീസിലെത്തിയത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് 14 വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് പരാതി. നിരവധി തവണ പരാതികൾ പറഞ്ഞിട്ടും ചർച്ചകൾ നടത്തിയിട്ടും ഉദ്യോഗസ്ഥ അനാസ്ഥ തുടരുകയാണെന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. വെച്ചൂർ പഞ്ചായത്തിനോട് യാതൊരു രീതിയിലുമുള്ള ഒരു എന്താ പറയണ്ടേ, ഈ കംപ്ലൈന്റ് പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളം പാടെ 14 വാർഡുകളിലും കുടിവെള്ളം കിട്ടാത്ത വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കുടിവെള്ളം ഇവർ തരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് ലൈനിൽ അടിച്ചാലും ആ ലൈനിലെ എൻഡിന് വരെ ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രഷർ കൂട്ടി അടിച്ചാൽ മാത്രമേ നമ്മുടെ കുടിവെള്ളം നമുക്ക് പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ. 4 വാൽവുകൾ ക്രമീകരിച്ചാണ് ഓരോ ടേണുകളിലായി പഞ്ചായത്തിലെ 14 വാർഡുകളിലായി കുടിവെള്ള വിതരണം നടക്കുന്നത്. എന്നാൽ വിതരണത്തിൽ മേൽനോട്ടമില്ലാത്തതിനാൽ ചിലയിടങ്ങളിൽ യഥേഷ്ടം വെള്ളം കിട്ടുമ്പോൾ മാസങ്ങളായി വെള്ളം കിട്ടാത്ത കുടുംബങ്ങളുണ്ടെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വെച്ച കുടിവെള്ള പൈപ്പ് ലൈൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചില സ്ഥലങ്ങളിൽ പൈപ്പ് ലൈൻ എത്തേണ്ടതുണ്ട്. ആ സ്ഥലങ്ങൾ പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ 3-ാം മാസം നമ്മൾ ഫണ്ടെടുത്തതാണ്. ഇതുവരെ യാതൊരു രീതിയിലുള്ള നടപടിയും ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വെള്ളം നമ്മൾ പൈപ്പ് ലൈനിൽ വെള്ളം അടിക്കുന്നു പറയുമ്പോൾ ആ ലൈനിൽ വെള്ളം എത്തിക്കുന്നതിന് ഒരു മോണിറ്ററിങ് വേണ്ടേ? കുടിവെള്ളം നമുക്ക് ഏത് ലൈനിലാണോ ഇന്ന് കുടിവെള്ളം സപ്ലൈ ഉള്ളത് ആ ലൈനിന്റെ എൻഡിങ് വരെ വെള്ളം കിട്ടുന്നുണ്ടോ? അവിടെ പമ്പ് ചെയ്യുന്ന ആളുണ്ട്, അതിന് മോണിറ്റർ ചെയ്യാൻ ഒരു ഓവർസിയർ ഉണ്ട്, അവിടെ ചാർജുള്ള എ ഉണ്ട്. ഇത്തരത്തില് ഉദ്യോഗസ്ഥരുള്ളപ്പം അവിടെ നമ്മുടെ പഞ്ചായത്തിൽ വെള്ളം അടിക്കുന്ന ലൈനിൽ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണേ. ഇവർ ഇത് അന്വേഷിക്കുന്നില്ല. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് നിരവധി തവണ ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും അത് പാലിച്ചില്ലെന്ന് മാത്രമല്ല പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളം നിയന്ത്രിക്കുന്നതിൽ ഏകോപനമില്ലാത്തതും ഉദ്യോഗസ്ഥ അനാസ്ഥയുമാണ് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പ്രധാന കാരണമെന്നാണ് ആരോപണം. മഴക്കാലം ശക്തമായതോടുകൂടി രോഗഭീതിയും ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമായതോടെയാണ് പഞ്ചായത്ത് അംഗങ്ങളുടെ ഈ പ്രതിഷേധമുണ്ടായത്. ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം കൈപ്പുഴമുട്ട്, മഞ്ചാടിക്കരി, കളരിക്കൽ, ചക്രപുരക്കൽ തുടങ്ങിയ മേഖലകളിൽ വെള്ളം കിട്ടാക്കനിയായി മാറി. പരാതി പറയാൻ വിളിച്ചാൽ ഓഫീസിൽ നിന്നുള്ള പ്രതികരണം ഇങ്ങനെയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ജനപ്രതിനിധികൾ വിളിച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള AXE അടക്കമുള്ളവർ ഫോൺ എടുക്കാത്ത ഒരു അവസ്ഥ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അവസാനം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമായി ചർച്ച നടത്തി ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിച്ചത്. വീട്ടുകാർക്ക് എത്തുന്നതിന് മുമ്പ് ഇവർ ലൈൻ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ലൈൻ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ മീറ്റിംഗ് വിളിക്കും. ഓപ്പറേറ്ററെയും ഓവർസിയറെയും എല്ലാം വിളിച്ചിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറക്ഷൻ. ന്യൂസ് ടീം വൈക്കം വാർത്ത.